കർണാടക സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമായ ബാംഗ്ലൂരിനടുത്ത് നിലകൊള്ളുന്ന അതിസുന്ദരമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് നന്ദി ഹിൽസ്. ചിക്ബല്ലാപൂർ സിറ്റിയിൽ നിന്ന് 10 കിലോമീറ്ററും ദൊഡ്ഡബെല്ലാപൂരിൽ നിന്ന് 23 കിലോമീറ്ററും ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം 60 കിലോമീറ്ററും ദൂരെയാണ് നന്ദി ഹിൽസ്. മൈസൂർ രാജാവായിരുന്ന ടിപ്പു സുൽത്താൻ തൻ്റെ വേനൽക്കാല വസതിയായി നന്ദി ഹിൽസിലെ കൊട്ടാരം ഉപയോഗിച്ചിരുന്നു. അനുകൂലമായ കാലാവസ്ഥയുള്ള ദിനങ്ങളിലാണ് ഇവിടുത്തെ സൗന്ദര്യം പൂർണ്ണമായും നുകരാനാവുക. താഴ്വരയിൽ നിന്നും ഉയർന്നു പൊങ്ങുന്ന കോടമഞ്ഞിനൊപ്പം സൂര്യോദയത്തിന്റെ മാസ്മരിക വർണ്ണങ്ങൾ കൂടി അതിൽ അലിഞ്ഞു ചേരുന്ന നിമിഷങ്ങൾ, തികച്ചും സ്വർഗസമാനമായ ദൃശ്യങ്ങൾ നമ്മെ കാത്തിരിക്കും. ചില സമയങ്ങളിൽ സ്വർഗത്തെ പോലും അസൂയ ജനിപ്പിക്കും വിധം അതിമനോഹരമായ ദൃശ്യങ്ങൾ. നന്ദി ഹിൽസിലേക്കുള്ള യാത്രയിൽ എന്നോടൊപ്പം ഇത്തവണ ഒരാൾ കൂടി ഉണ്ടായിരുന്നു. ആദിൽ കോട്ടക്കൽ സ്വദേശിയാണ്. ബാംഗ്ലൂരിൽ ബി.ഫാമിന് പഠിക്കുന്നു. അവനുമായി ചേർന്ന് നന്ദി ഹിൽസിലെ ഫോട്ടോസ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തപ്പോൾ തന്നെ കുറച്ച് സുഹൃത്തുക്കൾ അവരുടെ പരിഭവം എന്നെ അറിയിച്ചു. എൻ്റെ യാത്രകൾ അധികവും സോളോ ട്രിപ്സ് ആണ്. പല സുഹൃത്തുക്കളും എന്നോട് ഒരു തവണയെങ്കിലും കൂടെ വരട്ടെ എന്ന് തിരക്കിയിട്ടുണ്ട്. ആരെയും കൊണ്ടുപോകാൻ ഞാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് പല സുഹൃത്തുക്കളും പരിഭവം അറിയിച്ചത്. ആദിലിനെ കൂടെ കൊണ്ടുപോയത് നന്ദി ഹിൽസിലേക്ക് എത്തിച്ചേരാനുള്ള പ്രത്യേകത കൊണ്ട് മാത്രമാണ്. നന്ദി ഹിൽസ് സന്ദർശിക്കാൻ തീരുമാനിക്കുന്ന ഒരാൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അവിടെ ഏകദേശം പുലർച്ചെ 5:30 ആവുമ്പോഴേക്കും എത്തിച്ചേരണം എന്നാണ്. സൂര്യോദയം നന്നായി ദൃശ്യമാകണമെങ്കിൽ ഈ സമയത്ത് എത്തിച്ചേരണം. ബാംഗ്ലൂരിലെ പ്രധാന ബസ് സ്റ്റേഷനായ മജസ്റ്റിക് ബസ് സ്റ്റാൻഡിൽ നിന്നും രാവിലെ 6 മണി മുതൽ ഇടവിട്ട് KSRTC ബസ്സുകളുണ്ട്. പക്ഷേ ആദ്യത്തെ ബസ് എത്തിച്ചേരുമ്പോഴേക്കും സൂര്യോദയത്തിന്റെ മനോഹര ദൃശ്യങ്ങൾ അവസാനിച്ചിരിക്കും. ബാംഗ്ലൂരിൽ നിന്നും ഏകദേശം 1.5–1.25 മണിക്കൂർ യാത്ര ചെയ്താലേ നന്ദി ഹിൽസിൽ എത്തിച്ചേരാനാവൂ. അതുകൊണ്ടാണ് ആദിലിനോട് കൂടെ വരാൻ ഞാൻ നിർദ്ദേശിച്ചത്. പുലർച്ചെ 4 മണിയോടെ എന്നെ പിക്ക് ചെയ്യാനായി ആദിൽ മജസ്റ്റിക് ബസ് സ്റ്റാൻഡിന് സമീപമെത്തി. ഞാനെടുത്ത ലോഡ്ജ് ബസ് സ്റ്റാൻഡിന് സമീപമായത് കാരണം 2 മിനിറ്റിനുള്ളിൽ തന്നെ അവന്റെ അരികിൽ എത്തിച്ചേർന്നു. പുലർച്ചെയായതിനാൽ ബാംഗ്ലൂരിലെ പതിവ് ട്രാഫിക്കുകളിലൊന്നും പെട്ടില്ല. ഏകദേശം 4 മണിയോടെ പുറപ്പെട്ട ഞങ്ങൾ 5:30 നന്ദി ഹിൽസിന്റെ താഴ്വാരത്തുള്ള ഗേറ്റിന് സമീപമെത്തി. വീക്കെൻഡ് ആണെങ്കിൽ അതിഭയങ്കരമായ തിരക്ക് ഇവിടെ അനുഭവപ്പെടും. നേരത്തെ സന്ദർശിച്ചു പരിചയമുള്ളതുകൊണ്ട് ആദിൽ പറഞ്ഞു. വർക്കിംഗ് ഡേ ആയത് കാരണം അധികം തിരക്ക് അനുഭവപ്പെട്ടില്ല. ഗേറ്റിനടുത്തായി റോഡിൽ ബാരിക്കേഡ് നിരത്തിയിട്ടുണ്ട്. അതിന് തൊട്ടടുത്ത് നിർത്തിയിട്ട 2-3 കാറുകൾക്ക് പിറകിലായി ഞങ്ങൾ ബൈക്ക് നിർത്തി. 6 മണിക്ക് ഗേറ്റ് തുറക്കൂ. ഇനി അരമണിക്കൂർ കാത്തു നിൽക്കണം. കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് പിറകിൽ വണ്ടികൾ ഓരോന്നായി വന്നു വലിയൊരു നിര രൂപപ്പെട്ടു. താഴത്തെ ഗേറ്റിൽ നിന്നും കുന്നിന്റെ വളവ് തിരിവുകൾ കടന്ന് ഏകദേശം 3-4 കിലോമീറ്റർ സഞ്ചരിച്ചാലേ മുകളിലത്തെ ഗേറ്റിന് സമീപമെത്തുകയുള്ളൂ. ഈ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ തന്നെ ഇവിടെ പ്രകൃതി രമണീയത നമുക്ക് നുകരാനാവും. മുകളിൽ ബൈക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. പാർക്കിങ്ങിനടുത്ത് തന്നെ മുകളിലായാണ് ടിക്കറ്റ് കൊടുക്കുന്നത്. ടിക്കറ്റ് കൗണ്ടറും ടിക്കറ്റ് നിരക്കിന്റെ ബോർഡും സമീപത്തുണ്ടെങ്കിലും ടിക്കറ്റ് വിതരണം ചെയ്യുന്നവർ ഗേറ്റിന് സമീപമാണ് വന്നു നിൽക്കുന്നത്. നിങ്ങൾ കാറിലാണ് സന്ദർശിക്കുന്നതെങ്കിൽ നന്ദി ഹിൽസിന്റെ മുകൾ ഭാഗം വരെ എത്തിച്ചേരാം.
പാർക്കിംഗ് ഫീസായി 100 രൂപ നൽകണമെന്ന് മാത്രം. പക്ഷേ 2 വീലറിന് മുകളിലേക്ക് പ്രവേശനമില്ല. ടിക്കറ്റ് വിതരണത്തിനായി 2 പേർ ഉണ്ടായിരുന്നു. ബൈക്കിന് വന്നവർ പ്രവേശന ടിക്കറ്റിനായി വരി നിൽക്കുമ്പോൾ കാറിൽ വന്നവർ കാറുമായി ഗേറ്റിന് സമീപം ടിക്കറ്റിനായി കാത്തുനിന്നു. ഇവിടമൊക്കെ ഇത്ര സമയം എടുക്കുന്നുവെങ്കിൽ താഴത്തെ ഗേറ്റ് ശരിക്കും 5:30 തുറക്കേണ്ടതാണ്. ഈ ടൂറിസ്റ്റ് പ്ലേസിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ ഒന്ന് സൺറൈസ് ആയതുകൊണ്ട് അതിന്റെ തുടക്കം സന്ദർശകർക്ക് അധികൃതർ നഷ്ടപ്പെടുത്താൻ പാടുള്ളതല്ല. താഴത്തെ ഗേറ്റ് നേരത്തെ തുറക്കുന്നതിന് വേണ്ടി ആരും ഇതുവരെ പരാതിയൊന്നും നൽകി കാണില്ല. താഴത്തെ ഗേറ്റ് 5:30 തന്നെ ശരിക്കും തുറക്കണം. അപ്പോൾ വളരെ സ്വസ്ഥമായി തന്നെ സൺറൈസിനായി നമുക്ക് കാത്തിരിക്കാൻ അവസരമുണ്ടാകും. ഇതുപോലെ തിരക്ക് പിടിച്ച് ബഹളം വയ്ക്കാൻ ഇടവരില്ല. അല്പസമയത്തിനുള്ളിൽ തന്നെ ടിക്കറ്റ് ലഭിച്ചു. ഒരാൾക്ക് പ്രവേശന ഫീസ് 20 രൂപ, ക്യാമറയ്ക്ക് 50 രൂപയും. അവിടെ നിന്ന് നടന്ന് പടികൾ കയറി സൺറൈസ് പോയിന്റിൽ എത്തിച്ചേരണമെങ്കിൽ 10 മിനിറ്റ് പിടിക്കും. മുകളിൽ 2 സൺറൈസ് പോയിന്റുകൾ ആളുകൾക്കായി പണിതിട്ടുണ്ട്. സൺറൈസ് പോയിന്റിന്റെ താഴെ നിന്നും നമുക്ക് സൺറൈസ് ആസ്വദിക്കാം. നന്ദി ഹിൽസിന്റെ മുകളിൽ എത്തുന്നതോടെ നമ്മൾ സ്വയം മറന്നുപോകും. സ്വർഗീയ അനുഭൂതി പകരുന്ന സുന്ദരമായ കാഴ്ചകൾ. അങ്ങ് ദൂരെ നീലഗിരി കുന്നുകൾ. നീലഗിരി കുന്നിന്റെ താഴ്വരയിൽ പാടങ്ങളും കൊച്ചു കൊച്ചു കുടിലുകളും കെട്ടിടങ്ങളും ചെറുതായി കാണാം. ദൂരെ താഴ്വരയിൽ നിന്നും പതുക്കെ കുന്നുകളെ തഴുകിയേറുന്ന പഞ്ഞിക്കെട്ടുകൾ പോലെ കോടമഞ്ഞിന്റെ പുതപ്പ്. മഴമേഘങ്ങൾ സൂര്യനെ ഞങ്ങളിൽ നിന്നും മറച്ചു പിടിച്ചു. എന്നിട്ടും ഈ പ്രകൃതി ഇത്രയും രമണീയമെങ്കിൽ സൂര്യകിരണങ്ങൾ ഈ പഞ്ഞുകെട്ടുകളിൽ പതിക്കുമ്പോഴുണ്ടാവുന്ന സുന്ദര ദൃശ്യം ഞാൻ മനസ്സിൽ സങ്കല്പിച്ചു. സൂര്യോദയം നഷ്ടപ്പെട്ടിട്ടും ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യം അവാച്യമാണ്. ഞങ്ങൾ ഒന്ന് നന്ദി ഹിൽസ് ചുറ്റി നടന്നു. കോടമഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും കൂടുതൽ പൊങ്ങി വരും. അപ്പോഴേക്കും ഈ പോയിന്റിൽ തന്നെ തിരിച്ചെത്താം. പല വർണ്ണത്തിലുള്ള കാട്ടുപൂക്കൾ കണ്ണുകൾക്ക് രസം പകർന്നു. അലരി നദിയുടെ ഉത്ഭവസ്ഥാനം ബോർഡ് കണ്ണിൽപ്പെട്ടു. പരമ്പരാഗത വിശ്വാസമനുസരിച്ച് അർക്ക നദിയുടെ ഉത്ഭവം ഇവിടെയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. കിഴക്കാം തൂക്കായി കിടക്കുന്ന വൻ പാറക്കെട്ടുകൾ. മുകളിൽ 1-2 ക്ഷേത്രങ്ങളുണ്ട്. വിശ്വാസികൾക്ക് വേണമെങ്കിൽ അവിടെയും സന്ദർശിക്കാം. എന്നെ കൂടുതൽ ആകർഷിച്ചത് നന്ദി പ്രതിമയാണ്. ചിത്രീകരണ സമയത്ത് നന്ദി പ്രതിമയിൽ നിറയെ നെയ്യ് തേച്ച് പിടിപ്പിച്ചതുപോലെ കാണപ്പെട്ടു. അന്തരീക്ഷത്തിൽ നെയ്യിന്റെ ഗന്ധവും പടർന്നു നിൽപ്പുണ്ടായിരുന്നു. പിന്നെ അമൃത സരോവർ എന്ന മനോഹരമായ കുളവും. നീണ്ടുകിടക്കുന്ന പൂന്തോട്ടം, പക്ഷികളും എല്ലാം വളരെ രസകരമായ ചുറ്റുപാടുകൾ. ഞങ്ങൾ തിരികെ സൺറൈസ് പോയിന്റിന് സമീപമെത്തിയപ്പോൾ കോടമഞ്ഞിന്റെ സാന്നിധ്യം കൂടിക്കൂടി വന്നു. മേഘങ്ങൾ നമ്മുടെ പാദസ്പർശനമേറ്റ് കടന്നു പോകുന്ന പ്രതീതി. നീലഗിരി കുന്നിന് മീതെ അപ്പോഴേക്കും പുതപ്പ് വിരിച്ചു കഴിഞ്ഞിരുന്നു. കുന്നിന്റെ തലഭാഗം മാത്രം മറയാനായി കാത്തുകിടന്നു. അവ പതുക്കെ പതുക്കെ നീലഗിരി കുന്നിനെ പൂർണ്ണമായും മൂടി. എൻവി ഓഫ് ഹെവൻ മനസ്സിൽ ഞാൻ പറഞ്ഞു. സമുദ്രനിരപ്പിൽ നിന്നും 1479 മീറ്റർ ഉയരമുള്ള നന്ദി ഹിൽസ് ബാംഗ്ലൂരിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിനടുത്തായി തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ടിപ്പുവിന്റെ കാലത്ത് കുറ്റവാളികളെ കുന്നിൻ മുകളിൽ നിന്നും താഴേക്ക് വലിച്ചെറിഞ്ഞു കൊല്ലുന്ന ടിപ്പൂസ് ഡ്രോപ്പ് ഇവിടെ തന്നെയാണ് നിലകൊള്ളുന്നത്. പിന്നെ ഇവിടം വാനരന്മാരുടെ ഒരു വിഹാര കേന്ദ്രമാണ്.
കൂടി വന്ന സമയം ഞങ്ങൾ നന്ദി ഹിൽസിൽ നിന്നും താഴ്വരയിലേക്ക് ഇറങ്ങി. ബാംഗ്ലൂരിലേക്ക് തിരികെ പോരുന്ന സമയം ഞങ്ങൾ മുന്തിരിത്തോപ്പ് സന്ദർശിക്കാൻ മറന്നില്ല. മുമ്പ് സന്ദർശിച്ച ഓർമ്മ വെച്ചുകൊണ്ട് അതിൽ 1-2 പേരോട് അന്വേഷിച്ചു. സമീപത്തു തന്നെയാണ്. അത് ഞങ്ങൾ വന്ന വഴിയായിരുന്നില്ല. എങ്കിലും ബാംഗ്ലൂരിലേക്ക് ഈ വഴിയും എത്തിച്ചേരാം. കൂടുതൽ തണൽ മരങ്ങൾ നിറഞ്ഞ നാട്ടുപാത, നല്ല വൃത്തിയുള്ള ടാറിട്ട റോഡ് തന്നെ. ഞാൻ ഇതുവരെ മുന്തിരിത്തോപ്പ് സന്ദർശിച്ചിട്ടില്ല. ആദ്യം കണ്ട മുന്തിരിത്തോപ്പിൽ മുന്തിരിക്കുലകൾ വളർന്നു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. വീണ്ടും ആ റോഡിലൂടെ 1-2 കിലോമീറ്റർ യാത്ര ചെയ്തപ്പോൾ നിറയെ വയലറ്റ് മുന്തിരികൾ വിളഞ്ഞു നിൽക്കുന്ന തോപ്പ് കണ്ടു. അല്പസമയം അവിടെ ചെലവഴിച്ചു. പിന്നെ ബാംഗ്ലൂരിലേക്കുള്ള വഴിയിലൂടെ ബൈക്കുമായി കുതിച്ചു. പരിചിതമായ വഴിയല്ലാത്തതിനാൽ ചോദിച്ചാണ് മെയിൻ റോഡിൽ എത്തിച്ചേർന്നത് ദൊഡ്ഡബെല്ലാപൂർ റെയിൽവേ സ്റ്റേഷനടുത്തുള്ള ബസ് സ്റ്റോപ്പിലാണ്. അവിടെ മജസ്റ്റിക്കിലേക്കുള്ള ഒരു ബസ് നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടു. ആദിലിനോട് ബൈക്കിൽ പോയിക്കൊള്ളാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ബസ്സിൽ കയറി. മജസ്റ്റിക്കിലേക്ക് 25 രൂപയ്ക്ക് അടുത്താണ് ബസ് ചാർജ്. നന്ദി ഹിൽസിൽ നിന്നും തിരികെ വരുമ്പോഴെങ്കിലും ബസ്സിൽ കയറാൻ പറ്റിയ സന്തോഷത്തോടെ ഞാൻ യാത്ര തുടർന്നു. സ്നേഹത്തോടെ, നിങ്ങളുടെ സ്വന്തം പ്രസൂൺ ബാനർജി.